ചോട്ടയിലൂടെ ഉണ്ട്. നമ്മളിപ്പോൾ ഉദയമംഗലം അമ്പലത്തിൽ ഞാൻ 5 വർഷങ്ങൾക്ക് ശേഷമാണ് ഉദയമംഗലം അമ്പലം കാണുന്നത്. അപ്പോൾ അങ്ങനെ ഉദയമംഗലം അമ്പലത്തിൽ പോവുകയാണ്. അങ്ങനെ ഒരുപാട് നാളത്തെ ആഗ്രഹങ്ങൾക്കൊടുവിലാണ് ഞാൻ ഉദയമംഗലം അമ്പലത്തിൽ വരുന്നത്. അപ്പോൾ വീട്ടിലേക്ക് വരുമ്പോഴെല്ലാം ഞാനിങ്ങനെ വിചാരിക്കലുണ്ട് ഉദയമംഗലം പോകണമെന്ന്. അപ്പോൾ ഇന്നാണ് അതിനൊരു അവസരം ദൈവം എന്നെ ഒരുക്കി തന്നത്. അപ്പം അമ്പലത്തിലേക്ക് പോവുകയാണ്. അപ്പം അമ്പലത്തിൽ നമ്മൾ മുമ്പോഴും പോകുമ്പോൾ കാല് കഴുകിയിട്ടേ പോകുള്ളൂ. അപ്പോൾ ഫസ്റ്റ് കാല് കഴുകി എന്നിട്ട് അമ്പലത്തിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പോവാണ്. അങ്ങനെ നമ്മൾ പുഷ്പാഞ്ജലിയൊക്കെ കഴിച്ചു ഓരോരുത്തരുടെ പേരിൽ. നമ്മൾ പ്രാർത്ഥിക്കാൻ പോവുകയാണ്. രാവിലെ നമ്മൾ വഴിപാടെല്ലാം വിളിച്ചു പറഞ്ഞുകൊണ്ട് ആ പ്രസാദമെല്ലാം ഇപ്പോൾ ഈ ഒരു സൈഡിൽ നിന്നാണ് കിട്ടുന്നത്. അപ്പോൾ വഴിപാട് എന്ന് പറയുമ്പോൾ പിന്നെ ഒരു വെള്ള കളറിലെ ചോറും അതുപോലെ തന്നെ നമ്മളെ വെല്ലമെല്ലാം ഇട്ടിട്ടില്ല ആ ഒരു ചോറും പിന്നെ പായസവുമാണ്. അപ്പോൾ നമുക്കത്ര വഴിപാടുകൾ വേണം. അപ്പം നമ്മൾ രാവിലെ തന്നെ വിളിച്ച് പറയണം. അപ്പം നമ്മൾ രാവിലെ വിളിച്ചു പറഞ്ഞുകൊണ്ട് നമുക്കത് കിട്ടുകയാണ്. ആടുന്ന് നമ്മൾ വഴിപാട് മേടിച്ചിട്ട് നമ്മൾ പിന്നെ ഭക്ഷണശാലയിലിരുന്നു. എന്നിട്ട് അവിടുന്ന് കറികളെല്ലാം ഉണ്ട്. പിന്നെ നമ്മളെ വഴിപാട് കൊടുത്തിട്ട് അവിടെ പോയിട്ട് അവിടുന്ന് ഒരു പ്ലേറ്റും പിന്നെ വെള്ളമെല്ലാം എടുത്തിട്ട് അവിടെ ഇരിക്കുക. എന്നിട്ട് അവർ 2 കറി ഉണ്ടാവും. ഒരു വെള്ളം കറിയും സാമ്പാറും അതുപോലെ തന്നെ പിന്നെ ക്യാബേജ് വറവാണ് ഉണ്ടായത്. പിന്നെ അച്ചാറുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്ന് ഒരിക്കലുണ്ടായതുകൊണ്ട് തിങ്കളാഴ്ച ഒരിക്കലുണ്ടായതുകൊണ്ട് ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നു അമ്പലത്തിൽ.
കണ്ടേസം